ഇന്ന് ശാംഭവി സ്കൂളിൽ പോകുന്നില്ല. അവൾക്ക് നല്ല ചുമ, രാത്രി ഒത്ത ചുമയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായാലും വിടുന്നില്ല. കാരണം അവിടെ ചുമച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഛർദ്ദിക്കുന്നൊരു പരിപാടിയുണ്ട്. അതുകൊണ്ട് എന്തായാലും വിടുന്നില്ല. എണീറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്ത ദിവസം അവൾ രാവിലെ എണീക്കും. സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ഭയങ്കര മടിയാണ് എണീക്കാൻ. സ്കൂളിൽ പോകാത്ത ക്ലാസ്സില്ലേ? ക്ലാസ്സൊക്കെ ഉണ്ട്. ചുമയാണെന്നും പറഞ്ഞ് വായിക്കും. താമസിച്ചു 8:10 വണ്ടിയാ. ഉണ്ട്. താമസിച്ച് ചകലം പോട്ടെ പെട്ടെന്ന്. ഓ വേണ്ട, കൊണ്ടുവിടണമെന്ന്. ജയ ഭയങ്കര ബിസി ഉണ്ട്. അല്ല ഇവിടെ വർക്കുണ്ട്. എന്നാ ശരി. ഇന്ന് ഈ വണ്ടിയിൽ ആള് കുറവാണ്. ഇവിടുന്ന് കുറച്ച് പേര് കയറും. ഈ KSRTCയിലുണ്ട്. ആ
ഇന്ന് തീരുമോ? ഓ എനിക്ക് തോന്നുന്നില്ല. പ്ലംബിംഗ് ഇല്ലേ ഇനി? പ്ലംബിങ്ങിൻ്റെ ഒരെണ്ണം വെട്ടിയതല്ലേ ഉള്ളൂ. പിന്നെ പൈപ്പൊക്കെ എടുക്കണ്ടേ അടി കിടക്കുന്നത്? ബാത്റൂമിൻ്റെ എല്ലാം പൈപ്പൊക്കെ പോകണ്ടേ? ഇന്നുകൊണ്ട് തീരുമോ? പണിയില്ലാതോ? ആ എത്ര നാളായിട്ടാ? 3.5 വർഷമായിട്ടോ? ആ ആ ആ ആ ഒരു ഗ്രാമപ്രദേശമാണ്. കൊള്ളാം, നല്ല സ്ഥലമാണ്. എവിടെയാ താമസിക്കുന്നത്? ആ ഞാൻ മുണ്ടക്കയം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് എന്തൊക്കെയോ എഴയുന്ന ഒച്ചയൊക്കെ ഇത്. ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? ഇതിലെ വഴിയുണ്ടോ? എനിക്കറിയത്തില്ലേ. അതിലേ വഴിയുണ്ടല്ലേ? ഇതിലേ പോകത്തില്ലേ? ആണോ? ഇതിലേ അങ്ങോട്ട് പോകാമോ? ഇവിടെ ഇറങ്ങിയിട്ട് വെള്ളമല്ലേ? ഇത് രണ്ടായിട്ടാണ് ഒഴുകുന്നല്ലേ? എനിക്കറിയത്തില്ല, എന്നാ പറയണ്ടേ. ഞാൻ ഇതിലേ അതോർത്തോട്ടെ. ഇതിലേ പോകത്തില്ല. ഈ ഇത്ര വീതി ഉണ്ടല്ലേ? അറിഞ്ഞു പോയല്ലേ? ഇതിലെ ഇങ്ങനെ പോകത്തില്ലല്ലേ? അവിടെ എല്ലാം അടഞ്ഞ നടക്കുക. കുറേ ദിവസമായിട്ട് ഓർക്കുന്നതായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നു. ഞാൻ ഓർത്തപ്പോൾ ഇതിലേ വരായിരിക്കും. കുറേ വീതി ഉണ്ടല്ലേ?
ആ ആ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ആറിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് തോന്നത്തില്ല. മേളിൽ നിന്ന് നോക്കുമ്പോഴേ ഇത്രയും ഭംഗിയുണ്ടെന്ന് തോന്നത്തില്ല. ഇതന്നെ താനോ? ഇതന്നെ നിൽക്കുന്നത്? അല്ല അതിൻ്റെ ഈ കായ വേറെ ആ മനമായിരുന്നു അവിടെ മൊത്തം. ആ ആ പിന്നെ ഇതാക്കി. ആ അപ്പോൾ തെളിച്ച് റബ്ബർ വെച്ചേക്കുക അല്ലേ? അത് മറ്റേ എന്നാ മറ്റേ എസ്റ്റേറ്റാണോ? അപ്പുറത്ത് അക്കരെ ആ ഈ വഴി പോകുന്ന എസ്റ്റേറ്റാ അങ്ങനെ കറങ്ങി. ആ ആ ചെറുവള്ളി അല്ലേ? ആ ആഴ്ച തീരാറായി. കിട്ടിയില്ലെന്ന് പറയല്ലേ? നോർമലായിട്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ISO ഫുള്ള് കുറച്ചിട്ട് ISO ഫുള്ള് കുറച്ചപ്പം ഇച്ചിരി വെട്ടം കുറവാണ്. അല്ലെ അകത്തൊക്കെ ഭയങ്കര വെട്ടമായിരിക്കും. ഇപ്പം ഞാൻ ISO കുറച്ചിട്ടാണ് അതിനകത്തെടുത്ത്. ഇനി കൂട്ടിയിട്ട് കാണിച്ചു തരാം. ISO ഒത്തിരി കൂട്ടിയിട്ട ലൈറ്റുള്ളപ്പം പിന്നെ പടം ക്ലാരിറ്റി കുറയും. അതുകൊണ്ട് ഞാൻ ISO കുറച്ചിട്ട് വായിക്കുന്നതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ പോവും.
ഒരു കറിവേപ്പ. എന്നാ നല്ല വെയിലാട്ടോ. പക്ഷെ വെയിലാണല്ലോ, മഴക്കാറുണ്ടമ്മേ. എവിടെ കേൾക്കാൻ, ഫോൺ കയ്യിലുണ്ടെ പിന്നെ ഒന്നും ഒരു ഓർമ്മ. വെയിലുണ്ടേലുവേ മഴക്കാറുകൾ ഉണ്ടെന്ന്. ഇപ്പം ഇതിൽ ഓട്ടം വന്ന അമ്മയും കൊണ്ടാണോ? അവിടെ താഴത്തെ അമ്മയും കൊണ്ടാണോ? ഇന്നത്തെ അമ്മ പോയി നോക്കി കാണുമെന്ന്. താഴത്തെ അമ്മയും കൊണ്ട് ആശുപത്രി പോകുന്നുണ്ട്, എടുത്തുകൊണ്ട് പോകുന്നു. ഇതിവിടെ എത്ര തൂത്തിട്ടാലും കരിയിലെടുക്കുന്നുണ്ടോ പൊന്നെ. ഇന്നലെ പകുതി സമയം നിന്നെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു. ഇന്നലെ കൊതി തീരെയില്ല, ഒക്കെ ഓടി നടന്നു ഇല്ലേ? നീ കുടുങ്ങിയിട്ട് കാര്യം. പാത്രം കാണിക്കണോ കൈ കൊണ്ട്? ഇപ്പൊ കഴിച്ചല്ലേ, ഇനി കഴിക്കണോ? വൈകിട്ട് തരാം. പാത്രമൊക്കെ തൊട്ട് കാണിക്കുന്നു. കൊള്ളാമല്ലോ, നീ ചോദിച്ച് മേടിക്കാറായോ? ഞാടാ വെയിലെങ്കിൽ വെയിൽ. ഇവിടെ ഒരു കിളികൾ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് ദിവസമായിട്ട്. ഒരു കുഞ്ഞു കിളികൾ രാത്രിയിലൊക്കെയാണത് ഈ മരത്തേലൊക്കെ ഇരിക്കുന്നത്. അടുക്കളയിൽ കൂടെ ഒക്കെ ഓടി നടക്കുന്നതാണ് ഈ സാധനം. ഇപ്പോൾ അവിടെ അങ്ങോ ഇല്ലെന്ന് തോന്നുന്നു, അങ്ങാണ്ടുണ്ട്. ഫോണിനകത്താണെങ്കിൽ പിന്നെ ആര് വിളിച്ചാലും ആര് സൈഡിൽ കൂടെ പോയാലും ഒരുത്തി ചുമയാണെന്നും പറഞ്ഞുകൊണ്ടൊന്നും പോയിട്ടില്ല. രാവിലെ രാത്രി മൊത്തം ചുമയായിരുന്നു. പിന്നെ രാവിലെ തൊട്ട് ഞാൻ അത്ര ചുമ കണ്ടിട്ടില്ല. ഇന്ന് സ്കൂളിൽ പോകേണ്ടതല്ലായിരുന്നോ? നാളെ ചുമയാണെങ്കിലും എന്നാണെങ്കിലും പറഞ്ഞാലും ഞാൻ നിന്നെ വിടും കേട്ടോ. സ്കൂളിലെ പേരെന്നാന്ന് പറഞ്ഞാലും. സ്കൂളിലെ പേര് നിന്റെ പേര് ശാംഭവി തന്നെയാ. വേറെ വല്ല പേര് ഇടണോ? വെയില്. വേറെ പേര് വല്ലതും ഇടണോ നിനക്ക്? ശാംഭവി മാറ്റിയിട്ട് ഏതായിട്ടുണ്ടേ? നീ ഒരു പേര് പറ. നിനക്ക് ഇഷ്ടമുള്ളൊരു പേര് പറ. ഇഷ്ടമുള്ളൊരു പേര് പറ. ഇഷ്ടമുള്ള പേര് പറഞ്ഞേ. ആശാനിലയാണോ ഇഷ്ടമുള്ള പേര്? എന്നിട്ട് തന്നെ ഇന്ന് ആശാനിലയത്തിൽ പോകാതിരുന്നത്? നീ ഇന്നലെ തൊട്ടാ എനിക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ അലമ്പല്ലായിരുന്നോ? നിനക്ക് ഒരു പേരേ ഉള്ളു, ശാംഭവി. 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 വേറെ സ്കൂളിൽ പോകണം നിനക്ക്? ആദ്യം ഉള്ള സ്കൂളിൽ പോകാൻ നോക്ക് കേട്ടോ. അത് എന്നാ സാധാരണ കൃഷ്ണ തുളസി. മീരേനെ ഞാൻ ക്യാമറയിൽ കാണിക്കട്ടെ. മീരമ്മളെ ഞാൻ മൊത്തേ ഉണ്ടല്ലോ. പിന്നെ മീര സലാലയിലാണെങ്കിലും ബന്ധമുണ്ട്, മീര നാട്ടിലാണെങ്കിലും ബന്ധമുണ്ട്. ആണോ? വർക്ക് കാണിക്കൂ. അതെ, ഈ വർക്കിനെന്നാ പറയുന്നേ അത് പറ. ബ്ലൗസിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണേ. തരാന്നുള്ളത് ജയപ്രഭയെ കോണ്ടാക്ട് ചെയ്യാം. മീര പാവം, ജീവിക്കാൻ എന്റെ കൊച്ചെന്തൊക്കെ പണികൾ ചെയ്യുന്നു. അതെ, ഇങ്ങനെ ഒരു മാസം ഇങ്ങനത്തെ 2-3 കിട്ടിയാൽ മതി. അതെ, സത്യം. പക്ഷെ ഉണ്ടല്ലോ ഒരു മുത്തിനൊക്കെ വില കൂടിയൊടിയേ. മുത്തിനോ? മുത്ത് നമ്മള് മേടിച്ചെടുക്കും അല്ലേ? ആ അതല്ലേ.
എന്നെ മുടി കിട്ടുന്ന അവിടെ പോയി ഏറ്റവും നല്ല മുടി കിട്ടിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ആരെങ്കിലും ആയിരിക്കും. രണ്ടിനും കുടയില്ല, മഴ വല്ലതും പെയ്യും. നല്ല ഭംഗിയാ, റിസോർട്ട് പോലെ. എന്തോ അത് തിരുമുന്നു എന്തോ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ അടിപൊളി. വെച്ചാൽ അവിടെ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ഉണ്ടല്ലോ, അതാണ് അടിപൊളി. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ പാറയുടെ പുറത്ത് ഇവരെന്ത് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ആലോചിച്ചേ. അല്ലേ, പാറയുടെ പുറത്തേ. പിന്നല്ലേ മനസ്സിലായത് ആ ഒരു വ്യൂ അവിടുന്ന്. ഈ സമയത്ത് അങ്ങോട്ട് നോക്കിയാൽ സൺസെറ്റ് അടിപൊളി. അവിടെ അങ്ങോട്ട് നോക്കി, എൻ്റെ അമ്മ സൂപ്പറാ, കൊള്ളാല്ലേ. സൂര്യൻ അങ്ങോട്ട് അടിക്കും, സൂര്യൻ അടിക്കട്ടെ. അതിനെന്നാ, സൂര്യൻ അങ്ങനെ അടിക്കണം. ഉണ്ടോ? രക്ഷയില്ല, മുണ്ടക്കെ മൊത്തം കാണാം അവിടെ നിന്നാൽ. ഇത്ര അടിപൊളിയാ, കൊള്ളാം. ഇല്ല വെള്ളം, ഇതിന് വെള്ളമെന്നല്ലേ പറയുന്നേ? ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ. അതെ, പക്ഷെ എനിക്ക് ഈ ഒരു ഇതില്ലേ, വെള്ളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നു. നീന്തൽ അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചാടിയാനെ. ചേട്ടാ, നമുക്കൊരു ദിവസം വൈകുന്നേരം ഉണ്ടല്ലോ ആ ബൈപ്പാസിൽ പോയി നിൽക്കാം കുറച്ചു നേരം. അവിടെ വിശ്രമത്തെ ഇതുണ്ട്, എന്നാ എന്തുവായിരുന്നടി, വിശ്രമ കേന്ദ്രമുണ്ട്. എന്തൊക്കെയോ സാധനം ഉണ്ടല്ലോ, ജിമ്മിൽ കാണുന്ന സാധനമൊക്കെ. എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. നടക്കാനൊക്കെ ഇറങ്ങാന്നാണ് ഞാൻ പറഞ്ഞത്. ശ്യാമളമ്മ വീട്ടിലുള്ള ദിവസമേ വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങണം. നല്ല രസമല്ലേ ഈ സമയത്ത്, മഴയും കാണില്ല വെയിലും ഇല്ലാത്ത സമയം. ഇതെന്തുപടി വാ മാറിക്ക്. തേനീച്ചയാണോ? അതുപോലെ തേനീച്ചയോ? ആന്നടി, അയ്യോ. മേടിക്കാനൊന്നുമില്ല. ഇറങ്ങാൻ പാടായിട്ടോ, അല്ലാതെ എനിക്ക് ബെൽറ്റ് ഇടാനാണ് കഴിയുക. വണ്ടിക്കൂലി തന്നില്ല. നിങ്ങളുടെ പുറകെ പോ. ഒട്ടിച്ചു വെച്ചിട്ടേ എണ്ണ ഒഴിച്ച് കത്തിച്ചു വെക്കുന്ന സാധനം മരോട്ടി എണ്ണയൊക്കെ എടുക്കും.
വേര് മുഴുവൻ ഈ വെള്ളത്തിലോട്ടായിട്ടേ കുറച്ചുകൂടെ ഭീകരമായിരുന്നു. കാടൊക്കെ മാറി കിട്ടുവാണെങ്കിൽ ഉണ്ടോ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മിക്കവാറും ഒരു 1-2 ദിവസം കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ പണി. ഒരുമിച്ച് കൂടുന്നു. ആ ഇപ്പം ബസ്സേ വെച്ച് പരിചയപ്പെട്ട ആ ചേട്ടന് ലോട്ടറി കച്ചവടമാണ്. കഴിഞ്ഞ ദിവസം തേർഡ് പ്രൈസ് അടിച്ച് 5 ലക്ഷം രൂപ. അത് പറയുമായിരുന്നു. 45,000 രൂപ കിട്ടും. നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്ന DJI Action 2 ആയിരുന്നേ. ആ ക്യാമറയിൽ ഇന്നലെ ഞാൻ കുത്തിയപ്പോൾ അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ അറിയാതെ അത് ഞെക്കുകയും ചെയ്തു. അപ്ഡേറ്റ് വന്നു. എന്നാൽ പിന്നെ കഴിയട്ടെന്ന് വെച്ച് വെച്ചിരുന്നു. പക്ഷേ ആ ക്യാമറ കംപ്ലൈൻ്റായി. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ ക്യാമറയ്ക്ക് എന്തൊക്കെയോ എററും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലാതെ അവസാനം പോയെന്ന് തോന്നുന്നു. അത് ശരിയാവുമെന്ന് അറിയത്തില്ല. അമ്മമാരുടെ കസ്റ്റമർ കെയറുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടൊന്നും രക്ഷയില്ല. അമ്മമാർ പറയുന്നത് അത് ആപ്പുമായിട്ട് കണക്ട് ചെയ്യണം. ആപ്പുമായിട്ട് കണക്റ്റ് ആകുന്നില്ല. നാളെ അജയനും ഹരിചേട്ടനും ലീവാണ്. അതുകൊണ്ട് ഞാൻ നാളെ കാഞ്ഞിരപ്പള്ളിയിലായിരിക്കും. പാലത്തിൻ്റെ അവിടെ നിന്ന് പാലം പാലം കിലോയ്ക്ക് എത്രയാണെന്ന് വെച്ചാൽ? കിലോ 40. 2 കിലോ മതിയേ? 2 കിലോ 100. 2 കിലോ മതി. കുമ്മള്ളി, കോട്ടയം, കൊട്ടാരക്കര, തിരുവനന്തപുരം പോയേക്കാം.
ആ എന്നാ എന്തുണ്ട് രണ്ട് മത്തി കഴിക്കാം. മറ്റേ മത്തിക്ക് ഇതെന്തോ അല്ലെങ്കിലോ മത്തി 200 അതാ കളയോ? എന്നതിനാ ആ പണി തരാം തരാന്നേ. എത്ര രൂപയാ? ആ ഇവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ ആയിക്കോളല്ലേ. പോവാണേ കപ്പ മേടിച്ചതിന് ശാമ്പവി ഒറ്റയ്ക്കാണോ? ശമ്പളം പോയിട്ട് തിരിച്ചു വന്നോ? അതിനാ അല്ല പ്രവീയെ വിളിച്ചാണല്ലോ ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പം എന്നാ പഞ്ചായത്തിൽ പോകണം വീടിൻ്റെ ഏതാണ്ട് കേസ് കെട്ടേക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോ. അപ്പം പോയില്ല വേണ്ടെന്ന് വെച്ചോ അത് വീട്. നമ്മളിന്ന് ഉച്ചയ്ക്ക് കണ്ട 6 ആ 6 തന്നെയാണ് നമ്മൾ ഇപ്പം ഇവിടെ ഇതിലേക്കൂടെ ഒഴുകി പോകുന്നത്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ കുറേ വലിപ്പം വെക്കും കൂടും. നക്ഷത്രോ അതിനെ കാണാൻ പറ്റുമോ നോക്കാം. നോക്കി കാണാം ഇടുക. എന്തോ സപ്പോർട്ടാണ് പറക്കുന്ന എന്തോ പക്ഷി പറക്കുന്നു. ശരിയാണല്ലോ. നേരിട്ട് നോക്കിയാൽ കാണത്തില്ലേ? മാതിരി എപ്പോഴും വില കൂടുതലാണ്. പക്ഷേ ആക്ക വെട്ടിത്തരും. അപ്പോൾ എനിക്ക് 100 രൂപ കണ്ടേ ഉള്ളൂ അടുത്ത്. ഇവിടെ 140 120 ഇന്നലെ. ആരുമില്ലേ?
നമുക്ക് അവരോട് പറയാം. പേടിയോ? എനിക്ക് പേടി ഒന്നുമില്ല. നമ്മളെ തല്ലാൻ വരുമ്പോ നമുക്ക് മുള്ളാൻ മുട്ടും. അതാണ് പേടി. അങ്ങനെ ഉണ്ടാകും തലേ ഉണ്ടാ. കേട്ടി ഇതിങ്ങനെ അത് സാറില്ല ഇങ്ങനെ